റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി ഇറങ്ങിയതായാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഏകദേശം 10 മണിയോട് കൂടിയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. ഈ വിവരം പുറത്തേക്ക് അറിയുന്നത് ഏകദേശം വൈകിട്ടോടു കൂടിയാണ്. അതിനുശേഷമാണ് ഊർജിതമായ ഒരു അന്വേഷണം നടത്തുന്നത്. നൃപൻ, ഇതിൽ ഏറ്റവും നിർണായകമായത് ബബിത എടുത്ത ആ ഒരു ഫോട്ടോ തന്നെയാണ്. കാരണം നേരത്തെ അസമിലേക്കുള്ള ട്രെയിൻ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിലൊരു നിർണായക വഴിത്തിരിവായത് ബബിത എടുത്ത ഫോട്ടോ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അഭിനന്ദനം പറയേണ്ടതും ബബിതയ്ക്ക് തന്നെയാണ്. കാരണം അത്തരത്തിലൊരു ഫോട്ടോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പെൺകുട്ടി എവിടെയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരില്ലായിരുന്നു. കൃത്യമായി ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ പെൺകുട്ടി ഉണ്ട് എന്ന് തെളിയിക്കുന്ന കൃത്യമായ ചിത്രം പുറത്തു വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് സ്ഥിരീകരിക്കുന്നു ഈ എക്സ്പ്രസിൻ്റെ ഈ ട്രെയിനിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റോപ്പായ കന്യാകുമാരിയിൽ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് പെൺകുട്ടിയെ കണ്ടതായുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ വിശദീകരണവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനിഷ, ഈ ബബിത എടുത്ത ചിത്രങ്ങൾ തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന് നിർണായകമായ ലീഡിലേക്ക് എത്താൻ കഴിഞ്ഞത്. കാരണം ഈ അസാമിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യത പരിഗണിച്ച് അതനുസരിച്ചിട്ടുള്ള പരിശോധനയായിരുന്നു ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. അപ്പോഴൊക്കെയാണ് ബബിത ഈ കന്യാകുമാരി എക്സ്പ്രസിൽ നിന്ന് ഈ ഒരു ചിത്രം നെയ്യാറ്റിൻകര സ്വദേശിയായ ബബിതയ്ക്ക് ലഭിക്കുന്നതും ബബിത ഈ ചിത്രം പോലീസിന് കൈമാറുകയും ചെയ്യുന്നത്. തുടർന്ന് പോലീസിന് വ്യക്തമായി ഈ ട്രെയിനിലാണ് കുട്ടി സഞ്ചരിച്ചതെന്ന് മനസ്സിലാകുന്നു. അതിനുശേഷമാണ് അത് കഴിഞ്ഞ ശേഷം പാറശാല കുട്ടി ഇറങ്ങിയിട്ടില്ല. കാരണം ബബിതയുടെ കൂട്ടുകാരി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർ പാറശാലയിൽ ഈ കുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന വിവരങ്ങൾ കൈമാറുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമഗ്രമായ വിവരങ്ങൾ തന്നെയാണ്, ശരിയായ ഇൻഫർമേഷൻ തന്നെയാണ് ബബിത പോലീസിന് നൽകിയത്. തുടർന്ന് കന്യാകുമാരി വരെ കുട്ടി സഞ്ചരിച്ചോ എന്ന കാര്യമായിരുന്നു രണ്ടാമത് ഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചത്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന 5 സ്റ്റോപ്പുകളാണ്. അവിടെ എവിടെയെങ്കിലും ഇടയിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധന നടത്തി. ഉടൻ തന്നെ പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് തിരിക്കുകയും ചെയ്തു. സംഘത്തിന് അവസാനം ഏറ്റവും നിർണായകമായ വിവരങ്ങൾ കന്യാകുമാരിയിൽ തന്നെ പെൺകുട്ടി ഇറങ്ങി എന്ന വിവരങ്ങൾ നിർണായകമായി രണ്ടാമത്തെ ഒരു ലീഡായി മാറി. അത് ഓട്ടോക്കാർ നൽകിയ ഇൻഫർമേഷനാണ്. തുടർന്ന് അവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കുട്ടി വേറെ എങ്ങോട്ടെങ്കിലും സ്വകാര്യ വാഹനത്തിലോ ബസ്സിലോ കയറാനോ മറ്റ് ട്രെയിനുകളിൽ കയറി സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധന നടത്തി. ആ ഘട്ടത്തിലാണ് പുലർച്ചയോടുകൂടി ബീച്ച് റോഡിലേക്ക് കുട്ടി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു എന്ന സ്ഥിരീകരണം ഓട്ടോ ഡ്രൈവർമാർ വീണ്ടും നൽകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി അവിടെ നിന്ന് ഈ കന്യാകുമാരി ട്രെയിൻ ഇറങ്ങിയ ശേഷം ആ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന സൂചനകളിലേക്ക് പോലീസ് എത്തി. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനും കച്ചവട സ്ഥാപനങ്ങളിലുള്ള CCTV പോലീസ് പൂർണ്ണമായി പരിശോധിക്കുന്നുണ്ട്. ഈ ബീച്ച് റോഡിലേക്ക് സഞ്ചരിച്ചു എന്ന വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബീച്ച് റോഡ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആൾക്കാരിൽ നിന്നും ഒപ്പം തന്നെ യാത്രക്കാരിൽ നിന്നും ഒപ്പം ഈ ഓട്ടോ ഡ്രൈവർമാരും സ്വകാര്യ വാഹനങ്ങളുടെ ഡ്രൈവർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ രാത്രി സമയം ഈ 3:50 അവിടെ എത്തിയ ശേഷം ഇന്ന് പുലർച്ചെ വരെയുള്ള സമയം കുട്ടി എവിടെ ചിലവഴിച്ചു എന്ന കാര്യവും നിർണായകമാണ്. ഒഴിഞ്ഞു കിടന്ന ഏതെങ്കിലും പാർക്ക് ചെയ്തിരുന്ന ബസ്സുകളിലോ ട്രെയിനിലോ കുട്ടി രാത്രി ഉറങ്ങിയോ മറ്റേതെങ്കിലും പ്രദേശത്ത് പോയോ എന്നതാണ്. ഇനി ലഭിക്കേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കുട്ടിക്ക് വേറെ ഏതെങ്കിലും സഹായം മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ്. കാരണം കുട്ടിയുടെ കൈവശം അവശേഷിക്കുന്നത് 40 രൂപ മാത്രമാണ്. അതിൽ കൂടുതൽ സഞ്ചരിക്കാനുള്ള സാധ്യത കുറവാണ്. കുട്ടി ഭക്ഷണമോ പാനീയമോ എന്തെങ്കിലും വാങ്ങി കുടിക്കാനുള്ള സാധ്യതയുണ്ട്. രാത്രി ചിലവഴിച്ച് ഇത്രയും മണിക്കൂറുകളുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കുട്ടിക്ക് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിക്കണം. പോലീസിനെ ആദ്യഘട്ടത്തിൽ ആശങ്കപ്പെടുത്തിയത് കുട്ടി മറ്റാരുടെയും കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ, അത് നല്ല രീതിയിൽ സഹായിക്കുന്നവരല്ല, മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള കൈകളിലേക്ക് കുട്ടി എത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു വിനിഷ. പക്ഷേ 5:30 കുട്ടിയെ കണ്ടു എന്ന കാര്യം, ആ കാര്യത്തിൽ സ്ഥിരീകരണം ഇനി CCTVയുടെ ദൃശ്യങ്ങൾ കൂടിയുള്ള സ്ഥിരീകരണം പറയണം. അത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് കന്യാകുമാരിയിലുണ്ട്, മറ്റ് സ്ഥലങ്ങളിലേക്കോ മറ്റാൾക്കാരുടെ കയ്യിലേക്കോ കുട്ടി എത്തിപ്പെട്ടിട്ടില്ല. അധിക ദൂരം കുട്ടി പോയിട്ടില്ല. അതുകൊണ്ട് ആ പ്രദേശത്ത് തന്നെ കുട്ടി കണ്ടെത്താനുള്ള അടുത്ത ശ്രമങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയും. ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് കന്യാകുമാരിയിൽ നിന്ന് നിർണായകമായി ലഭിച്ച വിവരങ്ങൾ, സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി. 5 സംഘമാണ് അവിടെ എത്തിയിട്ടുള്ളത്. കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ അരിച്ചു പറക്കിയുള്ള പരിശോധന, ബസ് സ്റ്റാൻഡുകൾ മുഴുവൻ അരിച്ചു പറക്കിയുള്ള പരിശോധന, ഒപ്പം തന്നെ ഈ പെൺകുട്ടി സഞ്ചരിച്ചു
മരിച്ചു എന്ന് പറയുന്ന ബീച്ച് റോഡിലേക്കുള്ള പ്രദേശങ്ങൾ, കടകൾ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഈ ഓട്ടക്കാർ നൽകിയ മൊഴി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള CCTVകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് എത്തിയ പോലീസ് സംഘത്തിനൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരുടെയും ഒപ്പം തന്നെ കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അതീവ ജാഗ്രതയോടുള്ള പരിശോധനയാണ് നടത്തുന്നത്. DCP തിരുവനന്തപുരത്ത് നിന്ന് DCP നേരിട്ട് ആ ഘട്ടത്തിൽ തന്നെ കന്യാകുമാരി SP-യുമായി നേരിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എന്നിട്ട് ആ വിശദാംശങ്ങൾ കൈമാറി. ഒപ്പം തന്നെ അവിടുത്തെ ഡ്രൈവർമാരുടെയും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കുട്ടിയുടെ ചിത്രവും കൈമാറിയിട്ടുണ്ട്. ഈ ഭവിത എടുത്ത ചിത്രം വളരെ നിർണായകമായി. കാരണം ആ ചിത്രത്തിൽ ഉള്ള രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, കുട്ടിയാണെന്ന് സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ കുട്ടി അവസാനം ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഒരു പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണ്. ഇത് രണ്ടും ആ പ്രദേശത്തെ നാട്ടുകാർ അവസാനം കണ്ടവർക്ക് വളരെ വേഗം തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. കുട്ടിയുടെ പ്രായവും ആ കുട്ടിയുടെ രൂപവും ഒപ്പം തന്നെ ഈ ചിത്രവും കൂടി ഉള്ള ഇൻഫർമേഷൻ നൽകിയതോടുകൂടി തന്നെ കൂടുതൽ ലീഡിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കന്യാകുമാരി പ്രദേശത്ത് നിന്ന് ഏകദേശം ഈ കന്യാകുമാരി ടൗണുമായി ബന്ധപ്പെട്ട 10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് അധിക ദൂരം കുട്ടി പോകാനുള്ള സാധ്യതയില്ല എന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ കൂടി വരും മണിക്കൂർ ലഭിക്കും. അതുകൊണ്ട് രക്ഷകർത്താക്കൾക്ക് ആദ്യ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കുട്ടിയെ അതിനുശേഷം എങ്ങോട്ട് പോയി എന്ന വിശദാംശങ്ങൾ രക്ഷകർത്താക്കൾക്ക് കിട്ടി എന്നതാണ്. അത് ഈ ചിത്രമായിരുന്നു. പാറശാല നെയ്യാറ്റിൻകര സ്വദേശിയായ ഭവിത എടുത്ത ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി ഇവിടെ നിന്ന് പോയ ശേഷം എങ്ങോട്ടാണ് പോയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു. പോലീസ് തൊട്ടടുത്ത് തന്നെ ഈ കുട്ടിയെ പിന്തുടരുന്നുണ്ട്. ഏകദേശം അടുത്തേക്ക് എത്തുന്ന തരത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്ന അടുത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന വിവരങ്ങൾ കൂടി ഏറെ ഈ പറഞ്ഞ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെല്ലൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇനി കുട്ടിയെ കണ്ടെത്തണം, അതിലേക്ക് എത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് ഏവർക്കും ഉള്ളത്. വിനീഷ.